ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൽ പ്രിയരെ, അനുഗ്രഹീതമായ ഈ നല്ല ദിവസത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, കർത്താവിനെ പുകഴ്ത്തുന്നു. ഒരു സുന്ദര ദിവസം കൂടി കാണാൻ ദൈവം നമുക്ക് അവസരം തന്നിരിക്കുകയാണല്ലോ. ഈ നല്ല ദിവസം ദൈവത്തിൻ്റെ വചനത്തിന് വേണ്ടി കാതോർക്കുന്ന എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എല്ലാവർക്കും സ്നേഹാഭിവാദനങ്ങൾ അർപ്പിക്കുന്ന കൂടെ വചനത്തിൻ്റെ മുമ്പിലിരിക്കുമ്പോഴൊക്കെയും ദൂതുകൾ പകർന്നു തരികയും അതെൻ്റെ ഹൃദയം നിറയ്ക്കുകയും അനേകർക്ക് പങ്കുവയ്ക്കാൻ അവസരം തരികയും ചെയ്യുന്ന എൻ്റെ രക്ഷിതാവും വീണ്ടെടുപ്പുകാരനുമായ എൻ്റെ വാഴ്ത്തപ്പെട്ട കർത്താവിന്, എൻ്റെ പിതാവായ ദൈവത്തിന്, എൻ്റെ വഴികാട്ടിയാം പരിശുദ്ധാത്മാവിന് സകല മഹത്വവും പുകഴ്ചയും കരയേറ്റിക്കൊണ്ട് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ എൻ്റെ ഹൃദയത്തിൽ ദൈവം നിറച്ചു തന്നിരിക്കുന്ന ദൈവത്തിൻ്റെ ദൂതിലേക്ക് നിങ്ങളെ ഞാൻ ഹാർദവമായി മാടി വിളിക്കുകയാണ്. ആത്മീക ചിന്തയ്ക്ക് ആധാരമായി നമ്മളിന്ന് വായിക്കാൻ പോകുന്നത് ഹഗായി പ്രവചനത്തിൽ നിന്നാണ്. ഹഗായി പ്രവചനം 2-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യവും 18-ാം വാക്യവും ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. ഹഗായി പ്രവചനം 2-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം: ആകയാൽ നിങ്ങൾ ഇന്ന് തൊട്ട് പിന്നോക്കം യഹോവയുടെ മന്ദിരത്തെങ്കിൽ കല്ലിന്മേൽ കല്ല് വെച്ചതിന് മുമ്പുള്ള കാലം വിചാരിച്ചു കൊള്ളുവീൻ. 18-ാം വാക്യം: നിങ്ങൾ ഇന്ന് തൊട്ട് മുമ്പോട്ട് ദൃഷ്ടി വെപ്പീൻ. 9-ാം മാസം 24-ാം തീയതി മുതൽ യഹോവയുടെ മന്ദിരത്തിന് അടിസ്ഥാനമിട്ട ദിവസം തുടങ്ങിയുള്ള കാലത്തിൽ തന്നെ ദൃഷ്ടിവെപ്പി. 2 പ്രധാനപ്പെട്ട കാലഘട്ടങ്ങളെ തമ്മിൽ ഈ പ്രവാചകനിലൂടെ ദൈവം വേർതിരിക്കുകയാണ്. 15-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ദൈവത്തിൻ്റെ ആലയത്തിന്, ദൈവമന്ദിരത്തിന് കല്ലിന്മേൽ കല്ല് വെച്ച കാലം മുതൽ പുറകോട്ടുള്ള കാലം ചിന്തിപ്പി. 16-17 വാക്യങ്ങളിൽ പുറകോട്ടുള്ള കാലത്തിൻ്റെ പ്രത്യേകത പറയുന്നുണ്ട്. ഈ കല്ല് വെക്കുന്നതിന്, ഒരു കല്ലിൻ്റെ പുറത്തൊരു കല്ല് വെക്കുന്നതിനായി കല്ലിന്മേ കല്ലെന്ന് പറയുന്നത്. കല്ലിന്മേ കല്ല് വെക്കുന്നതിന് മുമ്പ് എന്തോ സംഭവിച്ചെന്നറിയാമോ? കല്ലിന്മേ കല്ല് വെക്കുന്നതിനേക്കാൾ മുമ്പ് വെൺകതിര്, വിഷമഞ്ഞ് കോരാൻ ചെല്ലുമ്പോൾ കാണിയല, എടുക്കാൻ ചെല്ലുമ്പോൾ ഉണ്ടാകുകയില്ല. അങ്ങനത്തെ ഒരു വല്ലാത്ത സാഹചര്യമായിരുന്നു കല്ലിന്മേ കല്ല് വെക്കുന്നതിനേക്കാൾ മുമ്പ്. 18-ാം വാക്യത്തിൽ അടിത്തറയിട്ടു മന്ദിരത്തിന്, കല്ലിന്മേൽ കല്ല് വെച്ചു. അതിന് ശേഷം എന്ത് സംഭവിച്ചെന്ന് എഴുതിയിട്ടുണ്ട്. ഞാൻ ഇന്ന് ഈ വാക്കുകൾ വായിച്ച് ശ്രദ്ധിക്കുമ്പോൾ, മുൻകാല പരിചയമുള്ള വാക്യങ്ങളാണെങ്കിൽ പോലും ഇന്ന് ശ്രദ്ധിക്കുമ്പോൾ ഈ വാക്യങ്ങളിലൂടെ ദൈവം എന്നോട് പറഞ്ഞു. എന്താ പറഞ്ഞെന്ന് പറയട്ടെ. ആ 15-ാം വാക്യത്തിൽ കണ്ടോ, കല്ലിന്മേൽ കല്ല് വയ്ക്കുക, ഒരു കല്ലെടുത്ത് വയ്ക്കുക. ഞാനതിനെ ആത്മീകവൽക്കരിക്കുക. ഒരു കെട്ടിടമൊന്നും മുഴുവൻ പണിത് തീർന്നില്ല. ഒരു കെട്ടിടത്തിൻ്റെ ഫിനിഷിംഗ് ഒന്നും നടന്നില്ല. ഒരു കെട്ടിടത്തിൻ്റെ കംപ്ലീഷൻ പോലും നടന്നില്ല. മന്ദിരം പണിതില്ലെന്ന്. ഒരു കല്ലിന്മേൽ കല്ല് വെച്ചുള്ളൂ, ഒരു കല്ലെടുത്ത് അങ്ങ് വെച്ചുള്ളൂ. ഒരു കല്ല് വെച്ചപ്പോൾ ഇത്രയും മാറ്റം വന്നെങ്കിൽ അതാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കാൻ ചിന്തിക്കുന്നത്. ഒരു ലോഡ് കല്ലിറക്കിയില്ല. 100 പണിക്കാരെ നിർത്തി കട്ട വെച്ച് കെട്ടി ചാന്ത് തേച്ച് ഫിനിഷ് ചെയ്ത് പുട്ടിയിട്ട് പെയിൻ്റ് അടിച്ചില്ല. താഴികക്കുടവും മേൽക്കൂരയും ഒന്നും പണിതില്ല. ആണിക്കല്ല് വെച്ചില്ല. ഒരു കല്ലെടുത്ത് വെച്ചുള്ളൂ. ഒരു കല്ലെടുത്ത് വെച്ചുള്ളൂ. ഒരു കല്ല് വെച്ച മാത്രയിൽ ജീവിതം മാറി, സാഹചര്യം മാറി, നിലവാരം മാറി, ചോർച്ച അടഞ്ഞു, വഴികൾ തുറന്നു, ശ്രേഷ്ഠത വന്നു, കാലം മാറി. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? പഴയ നിയമത്തിലെ ദൈവാലയം പണിയുന്ന സമയത്ത് ആലയം പണിയാൻ വേണ്ടി ഒരു കല്ലിൻ്റെ പുറത്ത് കല്ലെടുത്ത് വെച്ചു. അത്രയും ചെയ്തപ്പോഴേക്കും ദൈവത്തിന് ഇഷ്ടമായി. ദൈവം അവരുടെ തകർച്ച മാറ്റി. ദൈവം അവരുടെ നിരാശ മാറ്റി. ഈ കല്ലിന്മേ കല്ല് വെക്കുന്നതിനേക്കാൾ മുമ്പ് എന്ത് ചെയ്താലും നഷ്ടമായിരുന്നു. തൊടുന്നതൊക്കെ നഷ്ടം. 50,000 രൂപ കൊണ്ട് അലമാരിൽ വെച്ചതാണ്. എടുക്കാൻ ചെന്നപ്പോൾ 25,000 ഉള്ളെന്ന്. 25,000 എന്തേ? കള്ളം കൊണ്ടുപോയൊന്നും ആയിരിക്കുകയല്ല. കുറേ ആസ്പത്രി കൊടുത്തു, കുറേ വണ്ടിക്ക് കേടുപാട് വന്നു, വാഷിംഗ് മെഷീൻ കേടായി. ഒന്നും വേണ്ടതിന് ഉപകരിക്കുകയില്ല. സ്വപ്നം കണ്ട് വയ്ക്കുന്ന ഒരു കാര്യത്തിനും നടക്കുകയില്ല. കാശ് കിട്ടാത്തതുകൊണ്ടല്ല. 50 പറ, അതെങ്ങനെയൊക്കെ അവിടെ കണക്കെഴുതിയിരിക്കുന്നത്. 20 പറ കൂമ്പാരത്തിലേക്ക് ചെന്നപ്പോൾ 20 പറ ഉണ്ടായിരുന്നതാണ്. ഇല്ലാത്ത വീടല്ല, ഉണ്ടായിരുന്നു 20 പറ. പക്ഷെ ചെന്നപ്പോൾ 10 ഉള്ളൂ. എന്താ കാര്യം? കല്ലിന്മേ കല്ല് വയ്ക്കുന്നതിനേക്കാൾ മുമ്പ്, കല്ലിന്മേ കല്ല് വയ്ക്കുക എന്നുള്ള വാക്ക് ഞാൻ ആത്മീകമായിട്ട് പറയുകയാണെങ്കിൽ പിന്നെയും ഇതൊരു ആത്മീക ചിന്തയായിട്ട് എടുക്കണം. ക്രിസ്തീയ ജീവിതം ഒറ്റ
ഒരൊറ്റ ദിവസം കൊണ്ടങ്ങ് പണിത് തീരുന്നതല്ല. ഒരാൾ പോലും എനിക്ക് തോന്നുന്നില്ല ഒരു ദിവസം പോലും. പൗലോസിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, അവൻ മേൽക്ക് മേൽ ശക്തി പ്രാപിച്ചു. കല്ലിന്മേൽ കല്ല് വെച്ചു എന്ന് പറഞ്ഞ പോലെ മേൽക്ക് മേൽ. ഒരു കെട്ടിടം പണിയുന്ന എങ്ങനെ? ഒരുപാട് കല്ലുകൾ ഒന്നിനു മീതെ ഒന്നായി വെച്ച് 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 വെച്ചല്ലേ മുകളിലേക്ക് പണിയുന്നത്. ഇതുപോലെയാണ് ക്രിസ്തീയ ജീവിതം. ഒരൊറ്റ ദിവസം കൊണ്ട് കർട്ടൻ കെട്ടി തൂക്കും പോലെ തൂക്കുന്നതല്ല. ഓരോ ദിവസവും കേൾക്കുന്നത്, ഓരോ ദിവസവും വായിക്കുന്നത്, ഓരോ ദിവസവും പറഞ്ഞു തരുന്നത്, ഓരോ ദിവസവും വിശ്വസിക്കുന്നത്, സത്യമെന്ന് ഗ്രഹിക്കുന്നത്, അതെല്ലാം കല്ലിൻ്റെ മീതെ കല്ല് വയ്ക്കുന്നത് പോലെ സത്യം സത്യമായി ഗ്രഹിച്ച് ഓരോന്നും മേൽക്കുമേൽ വെച്ച് പണിതെടുക്കുന്നതാണ് ക്രിസ്തീയ ജീവിതം. 5 കൊല്ലം ക്രിസ്തീയ ജീവിതത്തിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ ആത്മീക ജീവിതം തുടങ്ങിയിട്ട് 5 കൊല്ലമായവർ അവരുടെ ജീവിതം ഇങ്ങനെ പതുക്കെ പതുക്കെ മുകളിലേക്ക് പണിതുകൊണ്ടിരിക്കുക, പണി നടന്നുകൊണ്ടിരിക്കുക. ഫിലിപ്പിയ ലേഖനത്തിലൊക്കെ പറയുന്നത് കേട്ടില്ലേ, നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ തുടങ്ങിയിട്ടേ ഉള്ളൂ, കല്ല് വയ്ക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഞാനിവിടെ ഇന്ന് പറയുന്നത് ഒരു 500 കല്ല് വെച്ചതിന് ശേഷമുള്ള കഥയല്ല, ഒരു കല്ലിൻ്റെ പുറത്ത് ഒരു കല്ല് വെച്ചപ്പോൾ. അങ്ങനെ ഒരു തുടക്കം കുറിക്കാമോ? അതൊന്ന് ചിന്തിക്കാമോ? ഇപ്പോൾ ഒരു പക്ഷേ ഞാൻ എങ്ങനെ അത് വിശദീകരിക്കേണ്ടത്? നിങ്ങളൊരു ബൈബിള് മേടിച്ച് കാണും, അതൊരു കല്ലാന്ന് വിചാരിച്ചു, മേടിച്ചത് അലമാരിയിലിരിക്കുക, വെല്ലപ്പൊട്ടത് കൈ പിടിച്ചുകൊണ്ട് പള്ളിയിൽ പോവും. എന്നാൽ കല്ലിന്മേ കല്ല് വെക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ആ ബൈബിള് രാവിലെ എഴുന്നേറ്റ് 2 അധ്യായം അങ്ങ് വായിക്കുക, അപ്പോൾ കല്ലിൻ്റെ പുറത്ത് കല്ല് വയ്ക്കാൻ തുടങ്ങി. ബൈബിള് മേടിച്ചതൊരു കല്ലാണെങ്കിൽ അത് വായിക്കുന്നത് കല്ലിന്മേൽ കല്ല് വെച്ച പോലെയാണ്. നിങ്ങൾ പള്ളിയിൽ പോകുന്നവരാ, ഞായറാഴ്ച അലക്കി തെച്ച് പോകുന്നവരാ, ചർച്ചിൽ പോകുന്നവരാ, അവിടെ പോയി കണ്ണും പിടിച്ച് ചുമ്മാ ഇരിക്കുന്ന ഒരാളാണെങ്കിൽ അവിടെ ചെല്ലുന്നത് തന്നെ ഒരു കല്ലാണ്. അവിടെ ചെല്ലുമ്പോൾ കൈയൊന്നുയർത്തി സ്തോത്രം ചെയ്താൽ, കരമൊന്നടിച്ച് പാട്ടുപാടിയാൽ, എല്ലാവരും സ്തുതിക്കുന്ന കൂടെ ശബ്ദം ഉയർത്തിയൊരു സ്തോത്രം ചെയ്താൽ കല്ലിന്മേ കല്ല് വെച്ചതുപോലെയാണ്. നിങ്ങളേതൊക്കെയാലും പാപവഴികളെ വിട്ട് ദൈവത്തിങ്കിലേക്ക് വരുവാൻ മനസ്സ് വെച്ചു. ഈ വചനമൊക്കെ കേൾക്കാൻ എല്ലാ ദിവസവും മനസ്സ് വെച്ചില്ലേ? ഈ കേൾക്കുന്നതൊന്ന് അനുസരിച്ചാൽ കല്ലിന്മേ കല്ല് വയ്ക്കുന്നത് പോലെയാണ്. അപ്പോൾ കല്ലിന്മേ കല്ല് വയ്ക്കുക എന്ന് പറയുന്നത് ഒരു ഡെവലപ്മെൻറ്റാണ്. കഴിഞ്ഞ 20 കൊല്ലമായി ഞാനും ക്രിസ്ത്യാനിയാണ്, ഞാൻ ഇന്നടത്താണ് പോകുന്നത്. കഴിഞ്ഞ 20 കൊല്ലമായി 10 രൂപ എല്ലാ ഞായറാഴ്ച ഞാൻ സ്വോത്രകാഴ്ച പാത്രയിൽ കാണിക്കയിടും. 20 കൊല്ലമായിട്ടേ ഞാൻ കാണിക്കയുടെ കണക്ക് പറയുകയല്ല. പക്ഷെ കല്ലിന്മേ കല്ല് വയ്ക്കണം. 2024 ഫെബ്രുവരി മാസത്തിൽ ഞാനിത് പറയുമ്പോൾ, സർവശക്തനായ ദൈവത്തിൻ്റെ മുമ്പിലിരുന്നുകൊണ്ട് ഞാൻ നിങ്ങളെ തൊട്ട് തലോടി പറയുമ്പോൾ, ഇന്ന് തീരുമാനിക്കണം, ഇപ്പോഴുള്ള ആത്മീകത്തിൻ്റെ മീതെ ചില കല്ലോടെ വയ്ക്കാൻ. നിങ്ങളൊരു ഞായറാഴ്ച മാത്രം പള്ളിയിൽ പോയി വരുന്നവരാണെങ്കിൽ നിങ്ങൾ 1-2 നല്ല ബൈബിൾ ക്ലാസ്സുകൾക്കോ കോട്ടേജ് മീറ്റിങ്ങുകൾക്കോ ഉണർവ് യോഗങ്ങൾക്കോ ഉപവാസ പ്രാർത്ഥനകൾക്കൊക്കെ പോകണം. അപ്പോൾ കല്ലിൻ്റെ മേൽ കല്ല് വയ്ക്കുന്ന പോലെ ആകുമെന്ന്. ഒരു പടിയിൽ തന്നെ ഇരുന്നാൽ അങ്ങനെ ഇരിക്കും. ആത്മീകത്തിനൊരു പ്രശ്നമുണ്ട്, പണി തുടർന്നുകൊണ്ടേ ഇരിക്കണം. ഒരു കല്ല് വെച്ചു, അതിൻ്റെ പുറത്ത് ഒരു കല്ലോടെ വെച്ചു, കേമമായെന്നും പറഞ്ഞിരിക്കരുത്. പിന്നെയും പിന്നെയും ആരാഞ്ഞന്വേഷിക്കണം, ഇനി ഞാൻ എന്ത് ചെയ്യണം, ഇനി ഞാൻ ഏത് വിധത്തിൽ അങ്ങേ പ്രസാദിപ്പിക്കണം, ഇതൊക്കെ ഓരോന്ന് ചെയ്യണം. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് മീതെ ഒരു കല്ലോടെ വയ്ക്കാൻ. ഞാൻ പറയുന്നത് മനസ്സിലാവും. ഞാൻ എന്ത് സുന്ദരമായിട്ട് കുഞ്ഞുങ്ങളോട് പറയുന്ന പോലെ ഞാൻ പറയുന്നത് ഈ ഒരു മീഡിയയിൽ മനസ്സിലാവുന്നുണ്ടോ? ദൈവത്തിൻ്റെ സന്നിധിയിൽ കല്ലിന്മേൽ കല്ല് വയ്ക്കുക. ആത്മീക ജീവിതത്തിൽ ഒരു ലെവലിൽ നിൽക്കരുത്. ആരൊക്കെ പറഞ്ഞാലും അതിനപ്പുറത്തേക്ക് ഞാനില്ല, ഇതിനപ്പുറം ഒരു സത്യമില്ല, ഞാൻ വരികയല്ല, എന്നെ കിട്ടിയല്ല. അയ്യോ അച്ചാച്ചൻ അങ്ങനെയൊന്നും പറയാതെ. ഒരു കല്ലോടെ മുകളിലേക്ക് വെച്ചാൽ കാലം മാറുമെന്ന്, സ്ഥിതി മാറുമെന്ന് ദൈവവചനം ചലഞ്ച് ചെയ്യുന്നു. കെട്ടിടം പണി തീർന്നതിന് ശേഷം കണ്ടോ എന്നല്ല പറയുന്നത്, കല്ലിന്മേൽ കല്ല് വെച്ച ശേഷം കണ്ടോ, കാര്യം മാറിയത് കണ്ടോ. നഷ്ടങ്ങളെ ലാഭമാക്കാം, പുതുവഴികൾ തുറന്നെടുക്കാം, നന്മകൾ കൊണ്ട് നിറയാം, ചോർച്ചകൾ അടയ്ക്കാം, ശൂന്യതകൾ മാറ്റാം, ദൈവത്തിൻ്റെ നന്മകൾ നമുക്ക് പ്രാപിക്കാം. 20 കൊണ്ടുവച്ചാൽ 10 അനുഭവിക്കാൻ കിട്ടത്തുള്ളൂ. 10 എലി കൊണ്ടുപോകുന്ന പോലെ കൊണ്ടുപോകുന്ന സ്ഥിതിയാണെങ്കിൽ, ശമ്പളം കിട്ടുന്നതിൻ്റെ പകുതി തുക പലിശ അടച്ചും മരുന്ന് മേടിച്ചും കളയുകയാണെങ്കിൽ, ഇന്ന് ഞാൻ പറയുന്നത് ദൈവവചനമാണ്. കല്ലിന്മേ കല്ല് വയ്ക്കാനുണ്ടോ? ഇനി
അതെയോ പണി അങ്ങ് തീർത്ത് ആണിക്കല്ലും വെച്ച് കംപ്ലീറ്റ് ഫിനിഷായോ? ഇനി ഒന്നും ചെയ്യാനില്ലേ? അടുത്ത കല്ല് വെക്കാൻ നോക്ക് മക്കളെ. അടുത്ത കല്ലോടെ പിറക്കി വെക്ക്. ആത്മീകത്തിൽ അടുത്ത പടിയിലേക്ക് കയറ്. അപ്പോൾ ദൈവം പ്രസാദിക്കും. പഴുതുകൾ അടയ്ക്കും, വഴികൾ തുറക്കും, പരീക്ഷയ്ക്ക് ജയിക്കും. കല്ലിന്മേൽ കല്ല് വെച്ചതിന് ശേഷമുള്ള കാലം വിചാരിപ്പീൻ. നമുക്കതിനു വേണ്ടി പ്രാർത്ഥിക്കാം. കല്ലിന്മേൽ, സുന്ദരമായൊരു പദം, കല്ലിന്മേൽ കല്ല് വെച്ചതിന് ശേഷം. മനസ്സിലായി കാണും. മനസ്സിലായിട്ട് മണ്ടം കളിക്കാതിരുന്നാൽ മതി. മനസ്സിലായവർ അടുത്ത കല്ല്, ഇനി ഞാൻ എന്ത് ചെയ്യണം, ഇനി ഞാൻ എങ്ങനെയാകണം. കൈ അടിക്കുന്നത് പോലെ പാട്ട് പാടുമ്പോൾ കാണിക്കുന്നുണ്ടായിരിക്കും. അതിച്ചിരി വലിച്ചടിച്ച് രണ്ടുപേരും ഒച്ച കേൾക്കട്ടെ എന്ന്, അതല്ലേ കൈ അടിക്കുന്നേ. അപ്പോൾ കല്ലിന്മേ കല്ല് വയ്ക്കുന്ന പോലെയാവും. ഡെവലപ്പ് ചെയ്യുക. ആത്മീകം മുകളിലേക്ക് പണിയുക. താഴേക്ക് പോകാതിരിക്കുക. അടുത്ത പടി എന്താണെന്ന് ചിന്തിക്കുക. അടുത്ത കല്ല് പെറുക്കി വയ്ക്കുക. കാര്യങ്ങൾക്ക് നീക്കുപോക്ക് വരുത്തും. പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കല്ലിന്മേൽ കല്ല് വെച്ചതിന് ശേഷം ആ വാക്ക് എന്നെ ഒത്തിരി തൊട്ട് കർത്താവേ. ദൈവമക്കളെയും ചിലരെ തൊട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുക. ഞാൻ പ്രാർത്ഥിക്കുക. കല്ലിന്മേൽ കല്ല് വെച്ചതിന് ശേഷമുള്ള ആ വലിയ കാലം, ഒരു ജനതയുടെ സാക്ഷ്യം ഇത് കേൾക്കുന്ന പലർക്കും അനുഭവമാകട്ടെ. തിരുസന്നിധിയിൽ ഏൽപ്പിക്കുന്നു കർത്താവെ. അതുപോലെ അടുത്ത ലെവലിലേക്ക് ആത്മീകത്തിൽ കയറാനുള്ളവർ, ശുശ്രൂഷ പുതുക്കാൻ, രാജത്വം പുതുക്കാൻ, ആത്മീകം പുതുക്കാൻ, മനസ്സ് പുതുക്കാൻ, അടുത്ത പടിയിലേക്ക് കയറാനുള്ളവർ അത് തീരുമാനിക്കട്ടെ, അനുസരിക്കട്ടെ, അതിന് ഗുണം വരട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ.